ഹലോ എവ്രി വൺ. നമ്മുടെ സാക്ഷരതാ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ ടോട്ടലി സൂസൈഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കാരണക്കാർ ആരാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത്. ഏറ്റവും എന്ന് പറഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു കേസ് തെളിയുകയാണെങ്കിൽ പരാതിക്കാരൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ഉത്തരവാദികൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോഴായാലും അതിൻ്റെ അധികാരികൾ അത് കാര്യഗൗരവത്തോട് കൂടിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതും നമ്മുടെ നിയമം ഒന്നുകൂടി സ്ട്രോങ് ആവുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും ഈ തെറ്റ് ചെയ്യുന്നവർക്ക് തെറ്റ് ചെയ്യാനുള്ള ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് ഒരുപാട് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഈ തെറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാണ്ട് പരാതിക്കാരിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് ആ കേസ് അന്വേഷിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. സോ ആ ഒരു കംപ്ലൈൻറ്റിൽ അവരെന്തൊക്കെയാണ് പ്രതിപാദിക്കുന്നത് എന്ന് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. കംപ്ലൈൻറ്റ് കൊടുത്താൽ വിദേശ രാജ്യങ്ങളിൽ നമ്മളൊരു കംപ്ലൈൻറ്റ് കൊടുത്തെന്ന് വിചാരിക്കാം. സോ അതിന് വിത്തിൻ സെക്കൻഡ് കൊണ്ട് അതിനുള്ള അപ്ഡേഷൻസ് നമുക്കറിയാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഒരുപാട് കേസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാത്ത ഒരു ആളാണെങ്കിൽ സംസാരിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു. കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അധികരിച്ചുകൊണ്ടിരിക്കുകയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടിയും അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ മനോഗതയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മൈൻഡ് പവറാവണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു അലൂഷൻസ് എന്തെങ്കിലും പറയുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ബോൾഡായിട്ട് നേരിടാൻ ശ്രമിക്കണം. സോ ഇനി വരുന്ന തലമുറകളോട് അല്ലെങ്കിൽ വളർന്നു വരുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് എന്താ, ഷിംജിത കേസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ആ മനുഷ്യർക്ക് ആത്മാഭിമാനം എന്ന് പറയുന്ന സംഭവം ഉള്ളത് കൊണ്ട്, ആ മനുഷ്യൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ടും, ആ മനുഷ്യൻ മേ ബി ഒരു വീഡിയോ എങ്ങനെ ചെയ്തിട്ടാണ് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയുമായിരുന്നു. സോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട്. പക്ഷെ ആ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരാണ്ട് തന്നെ നമുക്ക് എല്ലാ മനുഷ്യർക്കും കണ്ടു ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇനി ഒരു മരണം നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ മനുഷ്യരും അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ബാധിക്കാനും പാടില്ല. സോ നമ്മൾ ബോൾഡായിട്ടിരിക്കുക. എന്താണോ നമ്മളെ കുറിച്ച് അവർ പറയുന്നത്, അല്ലെങ്കിൽ എന്താണോ കംപ്ലൈൻറ്റ്, എന്താണോ അത് നമ്മൾ നല്ല ബോൾഡായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ വളരെ വളരെ മോശമാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുന്നു നമ്മുടെ നിയമപാലകരോടായാലും എല്ലാവരും പറയേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അനലിൽ നമ്മൾ കണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി 2 പവൻ 4 അയൽവാസിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കെന്തോ ബുദ്ധിമുട്ടെന്തോ വന്നപ്പോൾ ഫിനാൻഷ്യലി മേ ബി എന്തോ ആവാം. സോ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തിരിച്ചു ചോദിച്ചപ്പോഴാണ് ഈ കുട്ടീൻ്റെ മേൽ ഈ കുറ്റങ്ങൾ ചാർത്തിയതെന്ന് പറയപ്പെടാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം എന്ന് എനിക്ക് പറയാൻ വളരെ വിഷമായിട്ടുള്ളൊരു കാര്യം. ഒരു ഇതൊക്കെ ഉണ്ട്, എന്താ പണ്ട് പറയുന്നതൊക്കെ ഉണ്ട്, പാല് കൊടുത്ത കഴിക്കാൻ കൊത്തുക എന്നൊക്കെ. സോ അതിനോടൊക്കെ ഭയങ്കര കണക്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയൊരു കാര്യം. സംഭവം ചെയ്യാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ ആർക്കപ്പോൾ നഷ്ടം ഉണ്ടായത്? ആ 2 പൊന്നു മക്കൾക്കാണ് നഷ്ടം വന്നത്. അവളുടെ ഫാമിലിക്ക്, അവളുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അവളെ തന്നെ ഹരാസ് എന്തിനാണ് ആ മനുഷ്യർക്ക് വേണ്ടിയിട്ട് അവളുടെ ജീവിതം നശിപ്പിച്ചതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം അങ്ങനെയുള്ള മനുഷ്യന്മാരെ മുന്നിൽ നമ്മൾ നിരപരാധിയാണോ, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലാന്നോ നമ്മൾ ബോൾഡായിട്ട് നിന്നിട്ട് അതിനെ പ്രതികരിച്ചുകൊണ്ട് തന്നെ പ്രതിരോധിച്ചും കൊണ്ട് എന്താണ് അവർ 2 വാക്ക് പറയുമ്പോഴും തകരാനുള്ളതാണോ നമ്മളെ വാല്യൂ എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ വാല്യൂ എന്ന് പറയുന്നത്? അത് ഭയങ്കര ബോൾഡായിട്ട് നിന്നിട്ട് പ്രതിരോധിച്ചും കാണിച്ചു കൊടുക്കേണ്ട ഒപ്പീനിയനാണ് കേട്ടോ. എടുക്കേണ്ടവർക്ക് എടുക്കാം, കളയേണ്ടവർക്ക്. പെണ്ണായതുകൊണ്ട് എന്താ പ്രതികരിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും റൂൾസ് ഉണ്ടോ, റെഗുലേഷൻസ് ഉണ്ടോ? ഇറ്റ്സ് നോ വേ. നമ്മൾ പ്രതികരിച്ച് തുടങ്ങുമ്പോഴാണ് സോ ആൾക്കാർക്കൊരു ഓക്കെ, ഇത് നമുക്ക് കളിക്കാൻ പറ്റിയ സംഭവമല്ല, ഇത് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അവർ പിന്മാറുള്ളൂ. തന്നെ അവർക്കൂടെ അത് പ്രൂവ് ചെയ്യിപ്പിക്കണം. നമ്മുടെ മനുഷ്യർ പല രീതിക്ക് അനുഭവിക്കുന്നുണ്ട്. സോ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. സ്ട്രോങ് ആയിട്ട് അതിന് കയറി വരേണ്ടത് ആരാവശ്യമാണ്? നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ മാത്രം ആവശ്യം. മക്കളുള്ളവരെ കാര്യമാണെങ്കിൽ നമ്മളെ ലൈഫ് ഒരാളൊരു സംഭവം പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മളെ ലൈഫ് ഇല്ലാണ്ടാവോ? നമ്മൾ തീർന്നു പോവോ? നിങ്ങളത് ചിന്തിച്ച് നോക്ക്. സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം. നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്, യുക്തി തന്നിട്ടുണ്ട്, ഇതെല്ലാം തന്നിട്ടുണ്ട്. നമ്മളാണ് ഇതെല്ലാം ചിന്തിച്ചിട്ട് കാര്യങ്ങൾ നോക്കി കൈകാര്യം ചെയ്യേണ്ടത്. നമ്മൾ മാത്രം ആരും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. ഈവൻ ഹസ്ബൻഡ് ഉള്ള ഒരു കാര്യമായാലും ഹസ്ബൻഡ് ഇല്ലാത്തൊരു കാര്യമായാലും പാരൻസ് ആണെങ്കിലും വളരെ ചുരുക്കം ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോഴും നമ്മൾ മെന്റലി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുക ആളുകൾ വരും. ഞാൻ കേട്ടു, ഹസ്ബൻഡ് ഉണ്ടായിട്ടും പാവം ആ പെണ്ണ് ഒറ്റപ്പെട്ട് ചെയ്തതുകൊണ്ട് ഇവർക്ക് എന്താ ബെനിഫിറ്റ് ഉണ്ടായതെന്ന് എനിക്ക് ചോദിക്കാം. ആ 2 മക്കളുടെ ഭാവി ഇത്ര ചിന്തിച്ചാൽ പോരെ? എനിക്ക് ആരും വേണ്ട, എനിക്ക് എൻ്റെ മക്കളുണ്ടല്ലോ. സോ ആ ഒരു ബലത്തിലെങ്കിലും ജീവിക്കുന്ന ആളുകളോടും കൂടിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ജീവിക്കണം. കാരണം വല്ലവനും വല്ലതും പറയുമ്പോൾ, അല്ലെങ്കിൽ വല്ലവളും വല്ലതും പറയുമ്പോൾ നമ്മളെ ലൈഫ് നമ്മൾ അവർക്ക് ബലി കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. പറഞ്ഞുതരാം, വേറെ ഒന്നുമല്ല. ആ കുട്ടി അനുഭവിച്ച ആ കണ്ണീരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അനുഭവിച്ചിട്ടേ പോകുള്ളൂ. അത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് കാണുമ്പോൾ നമുക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റുന്നില്ല.
നമ്മുടെ ലൈഫ് വെച്ചൊന്ന് ചിന്തിച്ച് നോക്കുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ഇത് കാണുന്ന ഓരോ മനുഷ്യനും ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മകൻക്കോ മകൾക്കോ ആർക്കോ ആയിക്കോട്ടെ, ആർക്കായാലും, നിങ്ങളുടെ പാരൻസിനായിക്കോട്ടെ, നിങ്ങളുടെ കസിൻസിനായിക്കോട്ടെ, ഫ്രണ്ട്സിനായിക്കോട്ടെ, ആർക്ക് വന്നാലും നമ്മളതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാമായിട്ടുള്ള ചില മനുഷ്യരുണ്ടാവും. സോ ഭയങ്കര മെന്റലി സ്ട്രോങ് അല്ലാത്ത, ഭയങ്കര ബോൾഡ് അല്ലാത്ത മനുഷ്യരുണ്ടാവാം. അതൊക്കെയാണ് നമ്മുടെ മുന്നോട്ടുള്ള ഓരോ സംഭവത്തിലും നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. നിരന്തരം പറയുന്നുണ്ട് ആ കുട്ടി ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല ചെയ്യണ്ട. നിങ്ങളൊന്ന് മെന്റലി അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് സംസാരിച്ചാൽ മതി, അവർക്ക് പറയാനുള്ളതൊന്ന് കേട്ടാൽ മതി, അവരെ ഒറ്റപ്പെടുത്താണ്ടിരുന്നാൽ മതി, അവർ ജീവിക്കും. ആ ഒരു ഉറപ്പിൽ അവർ ജീവിക്കും. അത്രയും അനുഭവിച്ചിട്ട് ഒരു മനുഷ്യന് താങ്ങാവുന്ന ഒരു പരിധി, ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ആ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അതാവാ ആ കുട്ടി ആത്മഹത്യ എന്നുള്ളൊരു സംഭവം തിരഞ്ഞെടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് പോയപ്പോൾ അത് എടുത്തില്ല എന്നാ പറയുന്നത്. പിന്നെ ആ കുട്ടിക്ക് വേറെ ഒരു വഴിയും ഇല്ല. ആ കുട്ടീൻ്റെ മുന്നിൽ എല്ലാ വഴി ആ കുട്ടിക്ക് ക്ലോസ് ആയിട്ട് കിടക്കുമ്പോൾ ആ കുട്ടി എന്താ ചെയ്യേണ്ട സൈഡിൽ നിന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. എല്ലാവരും ഒരേ എല്ലാവർക്കും ഒരു മനസ്സല്ല ഉള്ളത്. പലർക്കും അവരെ ലൈഫ് ജീവിച്ച് വന്ന സാഹചര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പലർക്കും വ്യത്യസ്തങ്ങളായിരിക്കും. അവരുടെ ജീവിത സാഹചര്യ, കപ്പാസിറ്റി, മെന്റലി സ്ട്രോങ് ആയിട്ടുള്ളത്, സ്ട്രോങ് അല്ലാത്തവര്, ഇതിലും ഈ ഒരു മീഡിയ ലെവലിൽ നിൽക്കുന്നവരൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. കാരണം എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ല, താങ്ങാനുള്ള ശക്തി എല്ലാവർക്കും ഒരുപോലെ അല്ല ദൈവം കൊടുത്തിട്ടുള്ളത്. അതാണ് പല മനുഷ്യരും അതുകൊണ്ടാണ് ജീവൻ കളയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ മെന്റലി ബോൾഡ് ആയിരിക്കാൻ എന്താ ചെയ്യുന്നത്? നമ്മളെ കുറിച്ച് എങ്ങനെ പറഞ്ഞോട്ടെ, ഇറ്റ്സ് നോ പ്രോബ്ലം. അത് നമ്മൾ മൈൻഡ് വെക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ ആരാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരാണോ പറഞ്ഞു നടക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടാവും, ഈ വേര് തോണ്ടണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മളെ മെന്റലി അത്രയും ഡൗൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ രണ്ടുപേര് മസ്റ്റായിട്ടും തോണ്ടണം, എന്നിട്ട് ജീവിക്കണം. നല്ല മാന്യമായിട്ടാണ് ജീവിക്കണം. അവരെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ആയിരുന്നു ചെയ്യേണ്ടത് ആ കുട്ടി. എന്നവർക്കൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്, എന്തും നമുക്ക് പറയാം. പക്ഷെ അനുഭവിച്ച ആ ഒരു വ്യക്തിക്ക് അറിയുള്ളൂ പെയിൻഫുൾ ആണ് എന്നുള്ളത്. സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, നമ്മളെല്ലാം തെറ്റുകാരി. പിന്നെ നമ്മൾ അവരെ പേടിക്കേണ്ട ആവശ്യം, നമ്മൾ തെളിയിച്ചു കൊടുക്കണം. ഗഡ്സിൽ നിന്നിട്ട് പറയുന്നത് അത് ചെയ്തു. ആ കുട്ടി ചോദിക്കേണ്ടിയിരുന്നത്, നിങ്ങൾ എന്നെ കുറിച്ച് ഇങ്ങനെ അപവാദം പറഞ്ഞുണ്ടാക്കുന്നുണ്ട്, ഇതിന് വല്ല തെളിവും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതിന് ജസ്റ്റ് ഒരു വോയിസ് റെക്കോർഡിംഗിൽ ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്കായാലും നമ്മളെ കുറിച്ചൊരു എന്തെങ്കിലും അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ നമുക്ക് മാത്രമേ അത് തെളിയിക്കണം എന്നുള്ള മനസ്സുണ്ടാവുള്ളൂ. ഈവൻ ഹസ്ബൻഡ് ഉള്ളവര്, മക്കളുള്ളവര്, സപ്പോർട്ടീവ് ഉള്ളവരുണ്ട്, സപ്പോർട്ടീവ് അല്ലാത്തവരുണ്ട്. അതുകൊണ്ട് പെണ്ണാണെന്ന് വെച്ചിട്ട്, ഹസ്ബൻഡ് കൂടെ ഇല്ലാന്ന് വെച്ചിട്ട് മിണ്ടാണ്ട് ഇരിക്കുകയാണോ ചെയ്യേണ്ടത്? കരഞ്ഞിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു സമയം വരെ കരയും, ഏത് മനുഷ്യന്മാരും കരയും, ഇല്ലാന്നല്ല. തളരാൻ പാടില്ല. നമ്മളെ ഉള്ളു പൊരുതാനും നമ്മളെ മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കുക. പിന്നെ ഒരാളെ ആവശ്യമില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. നമ്മൾ കയറി വരും, മനസ്സിലായോ? ആ ഒരു സാധനം നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരിൽ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ആദ്യം ഉറപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളു പൊരുതാൻ. ഓക്കെ, നിങ്ങൾ ജീവൻ കളഞ്ഞിട്ട് ആർക്കും ഒന്നും കിട്ടാനില്ല. നിങ്ങൾക്കാണ് എല്ലാം കൊണ്ടും നഷ്ടം വരുന്നത്. നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ പാരൻസിന്, എല്ലാം, നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങൾ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആർക്കൊക്കെ വേണ്ടപ്പെട്ടവരാണോ അവർക്ക് നഷ്ടം വരുള്ളൂ. ഈ പറഞ്ഞു നടക്കുന്നവർക്ക് ഒരു നഷ്ടമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനുഷ്യന്മാരുണ്ടാവാനുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കറങ്ങി നടക്കാനും നമ്മുടെ കൂടെ നടക്കാനും ഇതിനൊക്കെ ആൾക്കാരുണ്ടാവും, നമ്മളെ കൂടെ ചിരിക്കാനും എല്ലാം നമുക്ക് ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട്, ഇതിനെന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ, ഇതൊന്നും സൊല്യൂഷൻസ് ഒക്കെ രണ്ടാമത്തെ കിടക്കുന്ന കാര്യമാണ്. മെയിനായിട്ടുള്ള കാര്യം വിളിച്ച് പറയാൻ കഴിയുന്ന ഒരു മനുഷ്യനെ അതെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കരച്ചിൽ കണ്ടിട്ട് ഹൃദയം പൊട്ടുന്ന വേദനയാണ്, സത്യം പറയാലോ. എനിക്ക് ആ കുട്ടീനെ അറിയില്ല, ഞാൻ ആ കുട്ടീനെ ഒരിക്കലും കണ്ടിട്ട് പോലുമില്ല. എന്നിട്ട് പോലും എനിക്ക് ആ ഒരു പെയിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ട്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ആ കുട്ടിക്ക് ഇത് ചെയ്യണ്ടായിരുന്നു. ആത്മഹത്യയെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ട് നോക്കാം നമുക്ക് കേട്ടോ. ഒരു ഓഡിയോ പ്ലേ അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ദീപക്ക് വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇല്ല എന്നുള്ള ഒരു കാര്യമുള്ളൂ. പക്ഷെ ആ മനുഷ്യനും മനം നൊന്നിട്ട് തന്നെയാണ് ജീവൻ ഒടുക്കി. ആ അമ്മക്കും അച്ഛനും ഭാര്യക്കും മക്കൾക്കും പോയി, അല്ലാണ്ട് ആർക്കും നഷ്ടം വന്ന് അതാ പറയുന്നത്. ആർക്കും നഷ്ടം വരില്ല. കുറെ ജസ്റ്റിസ് ഇടാനും കുറെ വീഡിയോസ് എടുത്ത് ചെയ്യാനും റിയാക്ട് ചെയ്യാനും എല്ലാ ആൾക്കാരും ഉണ്ടാവും. ഇതൊക്കെ ഈ ആഴ്ച കഴിഞ്ഞാൽ അടുത്ത ആഴ്ച, ഈ ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം, അത്രേ ഉള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരോടാണ് ഞാൻ പറയുന്നത്, ആത്മഹത്യ ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല മക്കളെ. അത് നിങ്ങൾ അത് മനസ്സിലാക്കുക. എന്തിനാണ് ഈ കുട്ടീനെ ഇവര് നിരന്തരമായിട്ട് പീഡിപ്പിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കുക. അതും ഹസ്ബൻഡ് വരെ, ഫാമിലി ആയിക്കോട്ടെ, ഹസ്ബൻഡിന്റെ ഫാമിലി ആയിക്കോട്ടെ, എന്തിനാണ്? നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടായത്? ആ കുഞ്ഞു മക്കളെ ഉമ്മ നഷ്ടപ്പെട്ട് അത്രയല്ലേ ഉണ്ടായത്? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നേട്ടം ഉണ്ടായോ? നേരെ മറിച്ചിട്ട് ആ കുട്ടീൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ നമുക്ക് ഒരു പരിധി വരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ തലമുറകളോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്
എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം അല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കാനും നമ്മൾ അത് ഫേസ് ചെയ്യണം. സോ നമ്മൾ അത് സർവേ ചെയ്ത് പോവണം. ഓക്കെ, അല്ലാണ്ട് ഒരു ഒളിച്ചോട്ടാണോ? നമ്മളിപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒളിച്ചോട്ടല്ലേ? അതുകൊണ്ട് നമ്മൾ ചെയ്ത തെറ്റെല്ലാം ഇല്ലാണ്ടാവോ? അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത തെറ്റെല്ലാം പുറത്തേക്ക് ഇടാൻ കഴിയുമോ? ഈ ഒരു സിസ്റ്റം മാറ്റണം എന്നാണ് വെച്ചാൽ തോന്നുന്നു എനിക്ക്. എവിടെ പോവാ? ഒരു മനുഷ്യന് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കുക, നമ്മൾ എവിടെ പോവാ? നമ്മൾ എവിടെ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുക? അവര് പോലും ആ കംപ്ലൈന്റ് എടുക്കുന്നില്ല, അതിനെതിരെ നടപടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അടുത്ത ഓപ്ഷൻ ഇവര് നമുക്ക് കാണിച്ചു തരട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ സൂയിസൈഡ് ചെയ്യേ? ഇതാണോ പടച്ചു വിട്ടിട്ടുള്ളത് ദൈവം എന്ന് പറഞ്ഞ ഒരാളാണ്? ഓക്കെ, നമുക്ക് ലൈഫ് തന്നിട്ടുള്ളത് എത്രയോ മനുഷ്യന്മാര് നമ്മൾ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാം. എന്നാൽ നമ്മൾ ജീവിക്കണം. അത് ദൈവമായിട്ട് എടുക്കട്ടെ നമ്മുടെ ജീവന്, അതൊക്കെ. അല്ലാണ്ട് വല്ലവർക്കും വേണ്ടിയിട്ട് വല്ലവരും വന്നിട്ട് നമ്മളെ ജീവൻ എടുക്കുക, വല്ലവരും പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യത്തിന് അപവാദങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ജീവിതം തന്നെ കൊണ്ട് നശിപ്പിക്കുക. അതിലൊരു കാര്യമില്ല. ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല. സ്ക്രീനിൽ ന്യൂസ് എന്താണെന്നുള്ളത് നിങ്ങളൊക്കെ അറിഞ്ഞൊരു സംഭവമാണ്. അത് ഞാൻ പിന്നെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഞാനൊന്ന് പ്ലേ ചെയ്ത്. ആരോപിച്ച് അപമാനിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് യുവതി ജീവൻ ഒടുക്കിയതായി പരാതി. നാലത്തടുക്ക സ്വദേശിനി ജസീലയാണ് മരിച്ചത്. മാനസിക പീഡനത്തെ തുടർന്നാണ് ജസീല മരിച്ചത്. കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ച് അപമാനിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് യുവതി ജീവൻ ഒടുക്കിയതായി പരാതി. നാലത്തടുക്ക സ്വദേശിനി ജസീലയാണ് മരിച്ചത്. മാനസിക പീഡനത്തെ തുടർന്നാണ് ജസീല മരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ പോലീസിൽ സ്വദേശിനി ജസീല കഴിഞ്ഞ ഞായറാഴ്ചയാണ് വിഷം കഴിച്ചത്. കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. സ്വർണം മോഷ്ടിച്ചെന്ന വ്യാജ ആരോപണത്തെ തുടർന്ന് അയൽവാസികളിൽ നിന്നും പോലീസിൽ നിന്നും നേരിട്ട മാനസിക പീഡനത്തെ ഒരു കംപ്ലൈന്റ് കിട്ടിയാൽ അത് നീതി ന്യായ വ്യവസ്ഥയിൽ അത് കൈകാര്യം ചെയ്യേണ്ട ആളുകൾ തന്നെ ഇങ്ങനെ ഭയങ്കര ഒരു കളിപ്പാട്ടം കയ്യിൽ കിട്ടിയ പോലെയാണോ അവരെ അത് കൈകാര്യം ചെയ്തിട്ട് ആ കുട്ടിയെ സൂയിസൈഡിലേക്ക് തള്ളി കേട്ടോ? ഇല്ലാന്നൊന്നല്ല, നമ്മൾ കംപ്ലൈന്റ് ഇട്ട് പോയാൽ വളരെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്ന നിയമപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട് എന്നാണ് ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാണ് സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ കുട്ടി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാണെന്ന് ഞാൻ പറയുന്നില്ല. ഈവൻ ഇത് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും പല ഘട്ടങ്ങളിലായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. സോ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ കേൾക്കുന്നില്ല. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ, മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ ഇതുപോലെ നമ്മളെക്കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ പോലും ഈവൻ നമുക്ക് തോന്നാം ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന്. ഓക്കെ, പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, അങ്ങനെ ആ തോന്നലിനെ മറികടക്കാൻ കഴിയണം. അതാണ് മൈൻഡ് പവർ എന്ന് പറയുന്നത്. മുന്നോട്ടേക്ക് ചെയ്യേണ്ടത് അത് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കുക. ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്ന സമയത്ത് സോ നമ്മൾ ആ മനുഷ്യൻ നല്ലതാണെന്ന് ചിന്തിച്ചിട്ട് ആ മനുഷ്യൻ്റെ അടുത്ത് നമുക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ പിന്നീടുള്ള ലൈഫിൽ നമ്മളെ അനുഭവത്തിൽ വരുമ്പോഴുള്ള സമയത്ത് ഈ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ തോന്നാടോ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? ഇതിനൊക്കെ നമ്മൾ സോ പിന്നെ നമ്മൾ ആ ലൈഫിൽ നമ്മൾ കയറി വന്നതിന് ശേഷം പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് തോന്നും അതൊക്കെ എന്ത്, മനസ്സിലായോ? അത്രേ ഉള്ളൂ, നമുക്ക് അങ്ങനെ തോന്നും. ഈവൻ ഇപ്പോൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് കയറി വന്നൊരു മനുഷ്യന് ഇപ്പോഴത്തെ ലൈഫ് സമാധാനമാട്ടോ മെയിൻ. സമാധാനത്തിലിരിക്കുന്ന ഒരു സമയത്ത് ആ മനുഷ്യൻ ചിന്തിക്കും. ആരും ചിന്തിക്കാണ്ടിരിക്കില്ല, കഴിഞ്ഞു പോയതൊക്കെ ചിന്തിക്കും. ഒരു ദിവസമെങ്കിലും ചിന്തിക്കാണ്ട് ഉറങ്ങാൻ പറ്റില്ല മനുഷ്യനിക്ക്. അപ്പം നമ്മളങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും ഒന്നും ആയിരുന്നില്ല. സോ അതൊക്കെ അത്രേ ഉള്ളായിരുന്നോ? അതിനായിരുന്നു ഞാൻ എത്ര ടെൻഷൻ അടിച്ചത്, ഞാൻ എത്ര കരഞ്ഞത്, ഞാൻ എൻ്റെ എനർജി ഫുള്ള് വേസ്റ്റ് ചെയ്തതെന്ന് നമുക്ക് തോന്നും. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ എൻ്റെ ലൈഫ് കൊണ്ടേ കളഞ്ഞത്, എൻ്റെ സമയം, എൻ്റെ കണ്ണീര്, എൻ്റെ ഹെൽത്ത് ഒരുപാടുണ്ടായിട്ടുണ്ട് കേട്ടോ. സോ ഞാനൊരു സാധാരണ മനുഷ്യനാണ്, സാധാരണയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതായത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. പൈസ ഉള്ളവർക്കും പൈസ ഇല്ലാത്തവർക്കും ഒക്കെ ഈ സാധനം ഉണ്ടാവും. അത് നിങ്ങൾ ആദ്യം ഈ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഈ ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കുട്ടിനെ കുറ്റപ്പെടുത്തിയവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ ജീവിതം കൂടെ വലിച്ചെറിഞ്ഞിട്ടാണ് പോയത് കേട്ടോ. അയൽവാസിയായ യുവാവും കുടുംബവും ചേർന്ന് ജസീലയ്ക്കെതിരെ ഉന്നയിച്ച മോഷണാരോപണവും തുടർന്നുണ്ടായ പരസ്യമായ സ്വഭാവഹത്യയുമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ബന്ധുക്കൾ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് വനിതാ ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യത്തിൽ യുവതിയെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിച്ചതായും പരാതിയുണ്ട്. ഫോട്ടോ കണ്ടപ്പോ ചെറിയ പെൺകുട്ടിയാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ആ കുട്ടീന്റെ വളരെ നല്ല കാര്യമാണ്. കല്യാണം എന്നുള്ളൊരു സംഭവം, കല്യാണം കഴിഞ്ഞു, അതിൽ 2 മക്കളായി, അങ്ങനെയുള്ളൊരു ലൈഫിൽ കൂടെ ആ കുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കാണുമ്പോൾ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ മിണ്ടാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും മനുഷ്യരല്ലാണ്ടിരിക്കണം. മനുഷ്യന്മാരതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്രയും വേദന ഉള്ളത് കൊണ്ടാണ് നമ്മൾ വന്ന് പറയുന്നത്. അല്ലാണ്ട് വെറുതെ ചുമ്മാ വന്ന് പറയുന്ന പോലെ വളരെ എന്താ പറയാ ഒരു സൈഡിൽ കൂടെ അങ്ങനെ എനിക്ക് എങ്ങനെയെങ്കിലും യൂട്യൂബും കൊണ്ട് ജീവിച്ചു പോയാൽ മതി, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ജീവിച്ചു പോകാം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ ഇത് ഒരു റിയാക്ഷൻസും ഞാൻ വീഡിയോ ചെയ്യാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്ത് ഏതൊരു മനുഷ്യനായാലും
സോ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഫസ്റ്റ് ജീവിച്ചിരിക്കേണ്ട ഒരാളാണ്. ആ രണ്ട് മക്കൾക്ക് ഉമ്മ ആയിട്ടിരിക്കേണ്ട ഒരു സ്ത്രീയാണ് ആ മരിച്ചു പോയിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. നിങ്ങൾ ഒരു തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യനെ നിങ്ങൾ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ ആ കുട്ടീൻ്റെ മക്കൾക്കും കൂടെയാണ് അമ്മ നഷ്ടപ്പെട്ടുള്ളതെന്ന് കൂടെ നിങ്ങൾ ചിന്തിക്കുക. കുറ്റത്തിന്റെ പേരിൽ സമൂഹ മാധ്യമത്തിൽ അപമാനിക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സ്വർണം മോഷ്ടിച്ചെന്ന ആരോപണത്തിൽ ആദൂർ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും ജസീലയ്ക്കെതിരെ തെളിവുകളില്ലാത്തതിനാൽ വിട്ടയക്കുകയായിരുന്നു. ജസീലയുടെ മരണത്തിൽ വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിൽ ജസീലയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ട് എന്താ കാര്യം ഉണ്ടായത്? ആർക്കാണ് സത്യം പറഞ്ഞ ലാഭം ഉണ്ടായത്? ഒരു ജീവൻ നഷ്ടപ്പെട്ടു. വേറെ എന്താണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ കുറച്ച് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും എടുക്കാത്ത ആളുകളെ സ്വാധീനിക്കാൻ പറ്റിയിട്ടുള്ള മനുഷ്യരായിരുന്നെങ്കിൽ അവർ ഈ കേസ് തുമ്പുമാലില്ലാണ്ടാക്കിയിരുന്നു. പക്ഷേ ഈ കുട്ടി ഈ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രം മേ ബി ഇത് തെളിയാണ്ടിരിക്കും. ദീപക്കൊന്നും ഒരു വ്യത്യാസവും ഇല്ല. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ അനുഭവിച്ച പെയിന് ഒന്നേന്നാണ്. ഹസ്ബൻഡിന്റെ ഉമ്മ അയൽവാസി നേടുന്നതെന്നൊക്കെ മനസ്സിലാവും. അസുഖം വന്നിട്ട് നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങനെയെങ്കിലും സമാധാനിക്കാം. അസുഖം വന്നിട്ടാണല്ലോ മരിച്ചു കഴിയൂല. സാധാരണ മനസ്സുള്ള മനുഷ്യന്മാരെ കൊണ്ടൊന്നും, അല്ലാത്തവരെ കൊണ്ട് ഇതൊക്കെ കഴിയുള്ളൂ എന്നൊക്കെ പറയാം. സത്യം പറഞ്ഞാൽ ആ കുട്ടിൻ്റെ എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആ കുട്ടി മരണം എന്ന് പറഞ്ഞൊരു സംഭവം തിരഞ്ഞെടുക്കാൻ കാരണം. കാരണം ആ കുട്ടിക്ക് ജീവിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. ആ കുട്ടിൻ്റെ 2 മക്കൾക്ക് വേണ്ടിയിട്ട്, ആ കുട്ടീൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉപ്പാക്ക് വേണ്ടിയിട്ട്, സഹോദരങ്ങൾക്ക്, ആർക്ക് വേണ്ടിയിട്ടായാലും, ഏത് മനുഷ്യർക്കായാലും ആ കുട്ടിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് മരിച്ചു പോയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആളുകൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലും ആ കുട്ടിയെ നിരന്തരം നോവിച്ച് വേണമെന്ന് വെച്ചിട്ട് ഒരു മനുഷ്യന്മാരും വേണമെന്ന് വെച്ചിട്ട് തിരഞ്ഞെടുക്കുന്നതല്ല ഈ മരണം എന്ന് പറയുന്നത്. ഇതൊന്നും അത്ര വലിയ സുഖമുള്ള പരിപാടിയല്ല. ഇതാ നമ്മളെ എല്ലാ പ്രതീക്ഷകളും നമ്മളെ മുന്നിൽ തന്നെ തകർന്ന് തരിപ്പടാവുന്ന സമയത്താണ് ഓരോ മനുഷ്യരും ഈ മരണം എന്ന് പറയുന്ന സാധനം മനസ്സിലാക്കുക. ഇതൊന്നും അത്ര അടിപൊളിയല്ല. ആ പാരൻസിന്റെ അവസ്ഥ, ആ മക്കളുടെ അവസ്ഥ അത്ര ചിന്തിച്ചാൽ പോരെ. ആ കുട്ടി പറയുന്നത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ കിട്ടുമെന്ന്, ഏതെങ്കിലും ഒരു മനുഷ്യനെ കിട്ടിയാൽ മതി ആ കുട്ടിക്ക്. ആ കുട്ടി പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്, ആ കുട്ടി ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ കുട്ടിക്ക് ആ സമയത്ത് ഈ പറയുന്ന പോലെ മോട്ടിവേഷനോ ഉപദേശമോ അല്ലെങ്കിൽ വേറൊരാളെ ഇൻസ്പയറിങ്ങോ ഇതൊന്നും ആ കുട്ടിക്ക് ആ സമയത്ത് ആവശ്യമില്ല. ആ കുട്ടീനെ കേട്ടാൽ മാത്രം മതി. അതിനു പോലും ആരും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും സങ്കടമാവുന്നത്. അത് നമ്മൾ തിരുത്തി കൊടുത്തിട്ട് നമ്മൾ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ അത് അത്രയും വലിയൊരു കാര്യമാണ്. ഇതൊന്നും ചെയ്യാണ്ട് എല്ലാ കുറ്റം ആ മനുഷ്യന്റെ മേലിൽ അങ്ങോട്ട് ഭാരം അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് അവരുടെ ലൈഫ് എന്തോ ആയിക്കോട്ടെ, എൻ്റെ ലൈഫ് ഭയങ്കര അടിപൊളിയാണല്ലോ, ആ ഒരു മെന്റാലിറ്റി ഒക്കെ മാറേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഈ കുട്ടി സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സംഭവം വീഡിയോ ഇട്ടതുകൊണ്ടും അത് പ്രൂഫ് ആയതുകൊണ്ടും ഇങ്ങനെ ഒരു കാര്യം പുറത്ത് വന്നു. ഇങ്ങനെ അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരാനുണ്ട്, ഇനിയും പുറത്ത് വരാണ്ട് കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ. ഇത് ന്യൂസ് ആയതുകൊണ്ടും ഈ നമ്മളെല്ലാ ന്യൂസിലും കാര്യങ്ങളിലും വന്ന് നമ്മൾ കണ്ടതുകൊണ്ടാണ് നമ്മളിത് അറിയുന്നത്. ഇതുപോലെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അത്രയും അനുഭവിച്ച് അത്രയും ലൈഫ് മരവിച്ചു പോകുന്ന എത്രയോ മനുഷ്യർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണാത്ത, നമ്മൾ അറിയാത്ത, നമ്മൾ കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ കേട്ടതൊക്കെ വളരെ ചുരുക്കേ ഉണ്ടാവുള്ളൂ എന്നാൽ ഈ ന്യൂസിലൂടെ ഒക്കെ അറിയുന്നത്. അതിലുപരി നമ്മളെപ്പോലും ചിന്തിക്കാത്ത രീതിയിൽ അത്രയും അനുഭവിച്ച് തീർന്ന ഒരുപാട് ജന്മങ്ങൾക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അവർക്ക് അതിനുള്ള സോഴ്സ് ഉണ്ടാവില്ല, ഈവൻ അതിനുള്ള ഓപ്ഷൻസ് അവർക്ക് അറിയില്ലായിരിക്കാം. മേ ബി അതുകൊണ്ടാവാം അങ്ങനെ പോയവരുണ്ട്. തെളിയിക്കപ്പെടാത്ത ഒരുപാട് കേസുകൾ, എന്തിനു മരിച്ചു എന്ന് പോലും അറിയാത്തത്. ചിലതൊക്കെ പറയുന്നത് കേൾക്കാം, ആ കുട്ടി അങ്ങനെ ഒന്നും അല്ലായിരുന്നു, ആ കുട്ടി ഭയങ്കര ബോൾഡായിരുന്നു, നന്നായിട്ട് സംസാരിക്കുമായിരുന്നു, ഞങ്ങളൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആ കുട്ടി അങ്ങനെ ചെയ്യുന്നുള്ളത്. സോ അതുപോലെയാണ്, നമ്മുടെ ലൈഫൊന്നും നമ്മുടെ കയ്യിലല്ല. എന്നിരുന്നാൽ പോലും നമുക്കൊന്നും ഇത് പറയാണ്ടിരിക്കാൻ
കഴിയുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു പോവാണ്. വെച്ചിട്ട് കേസ് എടുത്ത് അന്വേഷിക്കാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നത്. അത് അന്വേഷിക്കാനോ അതിന്റെ പിന്നാലെ പോകാനോ അന്വേഷിച്ച് പോകാനോ ആരും ഇല്ല. ഒരു വീട്ടിലൊരു മരണം വന്നു കഴിഞ്ഞാൽ അവർ ഡൗൺ ആയി, പിന്നെ അവർ അതിന്റെ പിന്നാലെ പോകുന്നില്ല. ഈവൻ എന്തോ ആവട്ടെ, എന്ത് വിഷയമായാലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് പലരും മാന്യന്മാരായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നതെന്നും കൂടെ നമ്മൾ ചിന്തിക്കുക. അവർ തെറ്റ് ചെയ്യാത്തവരായിട്ടല്ല, അവർ തെറ്റ് ചെയ്തിട്ടും അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ പ്രതിരോധിക്കാനും ഈവൻ പ്രതികരിക്കാനും ഒരു മനുഷ്യന്റെ തെറ്റ് ചെയ്തു, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പ്രതിരോധിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മനുഷ്യർക്ക് മാന്യമായിട്ട് ജീവിച്ചു പോവാം. മനസ്സിലായോ? ഈ പ്രതിരോധിക്കും ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഇവളെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും താഴെ തട്ടിൽ കൊണ്ടുപോയി ഇടാനും ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും ആ കുട്ടിയുടെ ലൈഫിൽ. പെണ്ണായതുകൊണ്ട് പ്രതികരിക്കാൻ പാടില്ല. അതാണല്ലോ നമ്മുടെ സിസ്റ്റം. ആ സിസ്റ്റമൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങളെങ്കിലും ഒന്ന് ചിന്തിക്കരുന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇക്വാലിറ്റിയോ ജെൻഡറോ ഒന്നുമല്ല പ്രശ്നം. ഒരാൾക്കും നീതി നിഷേധിക്കപ്പെടാണ്ടിരിക്കുക. തെളിയേണ്ടത് തെളിയുക തന്നെ ചെയ്യണം. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യണം. പ്രതിരോധിക്കേണ്ട സമയത്ത് പ്രതിരോധിക്കുക തന്നെ വേണം. അപ്പൊ പ്രതിരോധിച്ചു എന്നൊക്കെ വെച്ചിട്ട് അവൾ അഹങ്കാരിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, അത് അവരിഷ്ടല്ലേ, അത്രേ ഉള്ളൂ. പോസിറ്റീവ് തിങ്ക് പോസിറ്റീവ്. സൂസൈഡ് ചെയ്തു. ഈ കുട്ടികളെ ഇനി ആരാണ് ഇവർ നോക്കിയ പോലെ പൊന്നു പോലെ നോക്കി? ഇവർ പറയുന്നുണ്ട് ഇവരെ ഭയങ്കരമായിട്ട് ഹരാസ്മെന്റ് ചെയ്യുന്ന ഹസ്ബൻഡിന്റെ വീട്ടുകാരൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇവരുടെ ഇടയിലല്ലേ ഇനിയും മക്കൾ ജീവിക്കാൻ പോകുന്നത്. അപ്പൊ ഈ കുട്ടികൾ എന്തോരം ട്രോമയിലൂടെ കടന്നു പോകേണ്ടി വരും. അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. അതൊക്കെ ഈ കുട്ടി ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. മേ ബി ഈ കുട്ടീൻ്റെ പക്വത കുറവ് കൊണ്ടാവാം, മേ ബി. അല്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മുടെ ലൈഫിലും ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ബോൾഡായിട്ട് നിൽക്കുക. അതിൽ പറ്റുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളും കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെ എല്ലാം പല മനുഷ്യർക്കും പല രീതിയിലാണല്ലോ തോട്ട്സും തിങ്സും എല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യുക. സോ താങ്ക് യു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇനി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഒരു ആഗ്രഹമില്ല. ജസ്റ്റിസ് ഇപ്പോൾ ഒരു കുറച്ച് ദിവസമോ കുറച്ച് മാസമോ കുറച്ച് വർഷമോ ഓർക്കും. ഇവർ പോയ 1 വീക്ക്, അടുത്ത ആഴ്ച അടുത്ത ന്യൂസ്. ഇവൻ അടുത്ത ആഴ്ചൻ്റെ ഒന്നും ആവശ്യമില്ല, അടുത്ത ദിവസം തന്നെ, അടുത്ത മണിക്കൂർ, അടുത്ത സെക്കൻഡിൽ തന്നെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ന്യൂസും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ആര് സപ്പോർട്ട് ചെയ്താലും ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ആര് സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും ഓക്കെ.